ഹലോ എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിനെ കുറിച്ചായിരുന്നല്ലേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിൻ്റെ അണ്ടറിൽ ഒരു 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് ഡിസൈൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്നുള്ളതും അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൈം സീരീസ് ഡിസൈൻ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് എടുക്കുന്ന ഒരു മെത്തേഡാണ് ടൈം സീരീസ് ഡിസൈന്. ഇക്വാലൻ്റ് ടൈം സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അത് ഒബ്സർവ് ചെയ്യുക, പിന്നെ ട്രീറ്റ്മെൻറ്റ് റിമൂവ് ചെയ്തിട്ട് അത് ഒബ്സർവ് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് പിന്നെ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഒബ്സർവ് ചെയ്യുക. ആ രീതിയിലുള്ള സീരീസ് ഡിസൈനാണ് ഇക്വാലൻ്റ് ടൈം സാമ്പിൾസ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ മൂന്നാമത്തതാണ് നോൺ ഇക്വാലൻ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈന്. അത് നമ്മൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈനിന് സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ റാൻഡമൈസേഷൻ ഇല്ലാത്തൊരു കേസ് ആയതുകൊണ്ടാണ് അവിടെ നോൺ ഇക്വാലൻ്റ് എന്നുള്ളൊരു ടേം വന്നിട്ടുണ്ടായിരുന്നത്. സോ അവിടെ 2 ഗ്രൂപ്പ് ഉണ്ടാവും, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ഉണ്ടാവും, കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ തന്നെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും ചെയ്യും. അവിടെ റാൻഡമൈസേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഡോട്ടഡ് ലൈൻ വന്നിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല. ഓക്കെ, എന്നിട്ട് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും ചെയ്തിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. സോ ഇതാണ് നോൺ ഇക്വാലൻ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഡിസൈനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈനാണ്. അത് നമ്മൾ ലാറ്റിൻ സ്ക്വയർ അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ട്, അതായത് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ടാവുന്ന സമയത്ത് മൾട്ടിപ്പിൾ ട്രീറ്റ്മെൻറ്റ്സ്, ഇപ്പം ഒന്നോ അതിൽ കൂടുതലോ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം നമ്മൾ 2 അതിൽ കൂടുതലോ ട്രീറ്റ്മെൻറ്റ്സ് ഒരു പർട്ടിക്കുലർ സീക്വൻഷ്യൽ ലെവലിൽ കൊടുക്കും. ആ ഏത് സീക്വൻഷ്യൽ ഓർഡറിൽ കൊടുക്കുന്ന സമയത്താണ് കൂടുതൽ എഫക്റ്റീവ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ യൂസ് ചെയ്യാറുള്ളത്. സോ അവിടെ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പം ഈ ഒരു ഇതിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് A, B, C, D എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ മൾട്ടിപ്പിൾ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. ഇത് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ ഇപ്പം X1, X2, X3, X4 ആണ് ഫസ്റ്റത്തെ നമ്മൾ ഓർഡർ ഉള്ളത്. പിന്നെ രണ്ടാമത്തെ X2, X4, X1, X3 ഏത് ഓർഡറിൽ കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി എഫക്റ്റീവ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് 4 ഡിസൈൻസും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അതിൽ ഫസ്റ്റ് വണ്ണാണ് അല്ലെങ്കിൽ 5ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് സാമ്പിൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പം പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ സെപ്പറേറ്റ് സാമ്പിൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സാമ്പിൾ എടുത്തിട്ട് ആണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അത് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ സെപ്പറേറ്റ് സാമ്പിൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ സ്പെഷ്യലി സ്യൂട്ടഡ് ടു ദോസ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദ എക്സ്പെരിമെൻറ്റർ കനോട്ട് അസൈൻ ട്രീറ്റ്മെൻറ്റ്സ് ടു ഓൾ സബ്ജക്റ്റ് അറ്റ് എ ടൈം. സോ ഈ കേസ് ഓഫ് ഡിസൈന് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറുള്ളത് റിസർച്ചർക്ക് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റർക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഒരേ സമയം എല്ലാ സബ്ജക്റ്റിലും അസൈൻ ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ പൊതുവേ സെപ്പറേറ്റ് സാമ്പിൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ യൂസ് ചെയ്യാറുള്ളത്. ദാറ്റ് മീൻസ് ഇപ്പം നമ്മളൊരു എക്സ്പെരിമെൻ്റ് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് സാമ്പിളായിട്ട് ഒരു 1000 പേരെടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ 1000 പേർക്കും സ്ട്രെച്ചിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, അത് ഒബ്സർവ് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ പോസിബിൾ ആവാത്ത സമയത്ത് 1000 പേർക്ക് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ കൊടുത്തു, ആ മെഡിറ്റേഷൻ കൊടുത്തിട്ട് അവർ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ പോസിബിൾ ആവാത്ത സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ 1000 പേരുണ്ടെങ്കിൽ 1000 പേരെ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഇപ്പം 1000 പേരാണ് ടോട്ടൽ സാമ്പിൾ, അല്ലെങ്കിൽ ടോട്ടൽ സാമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 1000 പേരെ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് അവരെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും കാര്യം ഒബ്സർവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവരെ സെപ്പറേറ്റ് 50 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ 100 പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ 50 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 50 പേർക്ക് നമ്മൾ ആദ്യം അവരെ ഒബ്സർവ് ചെയ്യണു,
പിന്നെ നമ്മൾ അടുത്തത് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഈ ട്രീറ്റ്മെൻറ്റ് എന്തും ആവാം, ഇപ്പോൾ പല രീതിയിലാവും. ഇപ്പോൾ എന്തെങ്കിലും സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് കൊടുത്തു, അല്ലെങ്കിൽ മെഡിറ്റേഷൻ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് ഇവരെ ആ മെഡിറ്റേഷൻ കൊടുത്തുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഡിസൈനെയാണ് സെപ്പറേറ്റ് സാമ്പിൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ്. അപ്പോൾ ഈ 50 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, വീണ്ടും ഒബ്സർവ് ചെയ്യുന്നു, പോസ്റ്റ് ടെസ്റ്റിൽ ഒബ്സർവ് ചെയ്യുന്നു. പിന്നെ അടുത്ത 50 പേർക്ക് ഇതേ സെയിം മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് സാമ്പിളിൽ നമ്മൾ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്ന സ്റ്റഡീനെയാണ് നമ്മൾ സെപ്പറേറ്റ് സാമ്പിൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറയാം. സോ ഇവിടെ എപ്പോഴാണ് ഈ ഒരു ഡിസൈന് സിഗ്നിഫിക്കൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ എക്സ്പെരിമെൻറ്റർക്ക് the experimenter cannot assign the treatments to all subjects അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം, അല്ലെങ്കിൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈം. അറ്റ് എ ടൈമിൽ എക്സ്പെരിമെൻറ്റർക്ക് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാവർക്കും ഒരുപോലെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇത് കൂടുതൽ അപ്ലിക്കബിൾ ആവുന്നത്. സോ ദ ഡിസൈൻ ഈസ് യൂസ്ഫുൾ വെൻ ദ റിസർച്ചർ കാനോട്ട് ടെസ്റ്റ് എവറി വൺ അറ്റ് ദ സെയിം ടൈം. റിസർച്ചർക്ക് എല്ലാവരെയും ഒരേ സമയം ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് സിംപ്ലി നമ്മൾ സെപ്പറേറ്റ് സാമ്പിൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ യൂസ് ചെയ്യാറുള്ളത്. സോ അങ്ങനത്തെ കേസിൽ എന്താ റിസർച്ചർ ചെയ്യുക? ദേ ഡിവൈഡ് ദ പാർട്ടിസിപ്പൻറ്റ് ഇൻ ടു സ്മോളർ ഗ്രൂപ്പ്സ്. ഈ പാർട്ടിസിപ്പൻസിനെ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പറഞ്ഞു 1000 ഗ്രൂപ്പുള്ള ഒരു ടീമാണെന്നുണ്ടെങ്കിൽ അവരെ ഡിഫറെൻറ്റ് ചെറിയ യൂണിറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 50 പേരോ 100 പേരോ ഉള്ള ഗ്രൂപ്പ്, സ്മോളർ ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ആൻഡ് ദേ റിപ്പീറ്റ് ദ സെയിം ട്രീറ്റ്മെൻറ്റ് ഫോർ ഈച്ച് ഗ്രൂപ്പ്. നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ഗ്രൂപ്പിനും ഈ സെയിം ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. സോ ഹീസ് ഫോഴ്സ്ഡ് ടു സെലക്ട് എ സാമ്പിൾ ആൻഡ് അഡ്മിനിസ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ്. സോ ഇവിടെ സാമ്പിളിൽ നിന്നും ചെറിയ ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്തിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ദെൻ എഗെയിൻ അനദർ സാമ്പിൾ ഈസ് ടേക്കൺ ആൻഡ് ദ സെയിം ട്രീറ്റ്മെൻറ്റ് ഈസ് റിപ്പീറ്റഡ്. പിന്നെ എന്താ ചെയ്യുന്നത്? വീണ്ടും ആ സെയിം സാമ്പിളല്ല, ഡിഫറെൻറ്റ് സാമ്പിൾ എടുത്തിട്ട് ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും പ്രൊസീജിയറും റിപ്പീറ്റ് ചെയ്യും. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഇപ്പം ഒരു ഗ്രൂപ്പ് എ പ്രീ ടെസ്റ്റ് ഈസ് ഗിവൺ ടു വൺ ഗ്രൂപ്പ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് എടുക്കുക, ഗ്രൂപ്പ് എ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ പ്രീ ടെസ്റ്റ് എടുക്കുകയാണ്. അതായത് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ അവർ ഒബ്സർവ് ചെയ്യാണ് O1. ദെൻ എ പോസ്റ്റ് ടെസ്റ്റ് O2 ഈസ് കണ്ടക്റ്റഡ് ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് എക്സ് ഫോർ ദാറ്റ് ഗ്രൂപ്പ്. പിന്നെ എന്ത് ചെയ്യാണ്? ആ ഗ്രൂപ്പിന് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, എക്സ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ദെൻ കണ്ടക്റ്റഡ് ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് ഫോർ ദാറ്റ് ഗ്രൂപ്പ്, ദാറ്റ് ഈസ് പോസ്റ്റ് ടെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം പോസ്റ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് O2 എന്ന് പറയുന്ന പോസ്റ്റ് ടെസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള പോസ്റ്റ് ടെസ്റ്റ് നമ്മൾ എടുക്കുകയാണ്. ഇനി അടുത്ത ഗ്രൂപ്പ് എ ന്യൂ ഗ്രൂപ്പ് ഈസ് ഗിവൺ എ പ്രീ ടെസ്റ്റ്. ദെൻ നമ്മൾ അടുത്ത ഗ്രൂപ്പ് എടുത്തു, ബി എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഈ ബി എന്ന് പറയുന്ന ഗ്രൂപ്പിന് നമ്മൾ എന്ത് ചെയ്തു? പോസ്റ്റ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? O3, മൂന്നാമത്തെ ഒബ്സർവേഷൻ ആണല്ലോ എടുക്കുന്നത്. അപ്പം O3 എന്ന് എഴുതും. പിന്നെ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് വീണ്ടും സിമിലർ ആയിട്ടുള്ള മേലെ എന്താണോ എക്സ് കൊടുത്തിട്ടുള്ളത് സെയിം എക്സ് നമ്മളിവിടെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇവിടെ അപ്ലൈ ചെയ്യാണ്. അതിന് ശേഷം നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് ആ ഗ്രൂപ്പിൻ്റെ പോസ്റ്റ് ടെസ്റ്റ് എടുക്കുകയാണ്. സോ ഹിയർ ഈസ് O4. ദെൻ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടില്ല, ഇത് ഇങ്ങനെ സീക്വൻഷ്യൽ ഓർഡറിൽ, കാരണം മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ടാവുമല്ലോ. ദെൻ നമ്മൾ സി എന്ന് പറയുന്ന ഗ്രൂപ്പ് എടുത്തു. അപ്പോൾ ഇവിടെ O5 വരും. ദെൻ എക്സ് കൊടുക്കുന്നു. ദെൻ എക്സ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് O6. അങ്ങനെ സിമിലറായിട്ട് ഇതിന് ഇപ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ടോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. സോ ഇതിനെയാണ് നമ്മൾ സെപ്പറേറ്റ് സാമ്പിൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ പറയാം. നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. സോ ഹിയർ ഈസ് ഇവാലുവേറ്റിംഗ് എ സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഫോർ എംപ്ലോയീസ്. അപ്പോൾ ഒരു കമ്പനി എടുക്കുക. കമ്പനിയിൽ ഒബ്വിയസ്ലി എന്തുണ്ടാവും? കുറേ എംപ്ലോയീസ് ഉണ്ടാവും. അപ്പം ആ എംപ്ലോയീസിൽ ഒരു പെർട്ടിക്കുലർ സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവർക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണെന്ന് വിചാരിക്കുക. അപ്പം അവരെ കമ്പനിയായിട്ട് അവർക്ക് ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ അത് എത്രത്തോളം എഫക്റ്റീവ്നെസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്
എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡിയിലൂടെ റിസർച്ചർ നോക്കുന്നത്. സോ എ കമ്പനി വിത്ത് 1000 എംപ്ലോയീസ് വാണ്ട്സ് ടു അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് എ സ്ട്രെസ് മാനേജ്മെൻറ്റ് വർക്ക്ഷോപ്പ്. അപ്പം അവർക്ക് കണ്ടക്ട് ചെയ്ത ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് വർക്ക്ഷോപ്പിൻ്റെ എഫക്റ്റീവ്നെസ് ഒരു കമ്പനിയിലുള്ള 1000 എംപ്ലോയീസിൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് എന്ത് ചെയ്യാണ്, അസസ് ചെയ്യാണ്. സോ ബട്ട് ക്യാൻ ഓൺലി ട്രെയിൻ 50 എംപ്ലോയീസ് അറ്റ് അവിടെയുള്ള ഒരു എന്താ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ അറ്റ് എ ടൈം 50 എംപ്ലോയീസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അറ്റ് എ ടൈം ഈ 50 എംപ്ലോയീസിനെ 1000 എംപ്ലോയീസിനെ വർക്ക്ഷോപ്പ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുകയാണ്. സാമ്പിൾ 1 എന്ന് പറയുന്ന ഫസ്റ്റ് ഗ്രൂപ്പ്, അത് 50 എംപ്ലോയീസിനെ നമ്മൾ എടുക്കുകയാണ്. സോ ബിഫോർ അറ്റൻഡിങ് ദ വർക്ക്ഷോപ്പ് അറ്റൻഡിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവരെന്ത് ചെയ്യാണ്, പ്രീ ടെസ്റ്റ് ചെയ്യാണ്. 50 എംപ്ലോയീസിനെ അവർക്ക് എത്ര സ്ട്രെസ് ലെവൽ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാണ്, പ്രീ ടെസ്റ്റിലൂടെ ഒബ്സർവ് ചെയ്യുകയാണ്. പിന്നെ അതിന് ശേഷം രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് ദെൻ കംപ്ലീറ്റ് ദ സ്ട്രെസ് മാനേജ്മെൻറ്റ് വർക്ക്ഷോപ്പ്. അവർക്കൊരു സ്ട്രെസ് മാനേജ്മെൻറ്റ് വർക്ക്ഷോപ്പ് ആസ് എ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അവർക്ക് കൊടുക്കുകയാണ്. ആഫ്റ്റർ ദ വർക്ക്ഷോപ്പ് their stress levels are measured again, and that is post test. അവരെ പോസ്റ്റ് ടെസ്റ്റ് വീണ്ടും ചെയ്യാണ്. ദാറ്റ് ഈസ് ആ ഒരു വർക്ക്ഷോപ്പിന് ശേഷം അവർക്ക് സ്ട്രെസ് ലെവൽ എത്ര ഉണ്ട് എന്ന് ഈ പോസ്റ്റ് ടെസ്റ്റിലൂടെ അവരെന്ത് ചെയ്യാണ്, മെഷർ ചെയ്യാണ്. അതാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ സാമ്പിളേ ആയിട്ടുള്ളൂ, സാമ്പിൾ 1 ആണത്. ഇനി സാമ്പിൾ 2 സെക്കൻഡ് ഗ്രൂപ്പിൽ അടുത്ത ന്യൂ സെറ്റ് ഓഫ് 15 എംപ്ലോയീസിനെ നമ്മൾ എടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്ക്ഷോപ്പിൻ്റെ മുന്നേ ഇവർക്ക് ഒരു സ്ട്രെസ്സിൻ്റെ സെർവ് നോക്കുകയാണ്. അപ്പോൾ അത് പ്രീ ടെസ്റ്റ് നമ്മളെടുത്തു. പിന്നെ വർക്ക്ഷോപ്പിൽ ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യാണ്. ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് ദാറ്റ് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ആ വർക്ക്ഷോപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവരെ വീണ്ടും പോസ്റ്റ് ടെസ്റ്റ് ഫോർ ഈ ഗ്രൂപ്പിനെ ചെയ്യുകയാണ്. സോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഡിഫറെൻറ്റ് സാമ്പിൾസിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ കണ്ടിന്യൂ ചെയ്യുക. സോ ഇതെങ്ങനെ നമുക്ക് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം? O1 പ്രീ ടെസ്റ്റ്, പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ദെൻ O2 പോസ്റ്റ് ടെസ്റ്റ്. പിന്നെ ഇത് ഈ 2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഗ്രൂപ്പിലുള്ളവരെ റാൻഡം ആയിട്ടൊന്നുമല്ല സെലക്ട് ചെയ്യുന്നത്. സോ ഇവിടെ റാൻഡമൈസേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഡാഷ് ഡോട്ടഡ് ലൈൻ കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്ത സെപ്പറേറ്റ് സാമ്പിൾ O3 X O4 ഇതിങ്ങനെ നീണ്ടുപോകും. പിന്നെ ഇവിടെ O5 X O6 പിന്നെ O7 X O8 എന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിഫറെൻറ്റ് സാമ്പിൾസിൽ ഇതിങ്ങനെ പോകും ഡയഗ്രാം. സോ ഇത്രയാണ് സെപ്പറേറ്റ് സാമ്പിൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈനിൽ പറയാനുള്ളത്. ഡിഫറെൻറ്റ് സെപ്പറേറ്റ് സാമ്പിൾ ആക്കിയിട്ട് നമ്മൾ അവരെ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും എന്ത് ചെയ്യാണ്, കണ്ടക്ട് ചെയ്യുകയാണ്. എന്നിട്ട് സ്ട്രെസ്സിൻ്റെ എഫക്റ്റീവ്നെസ് നോക്കുകയാണെന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി നമ്മൾ കുറച്ചും കൂടെ ഇപ്പോൾ ഇത്രയും ഡിസൈൻസൊക്കെ പറയുന്ന സമയത്ത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കോസി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമ്മൾ പറഞ്ഞാണല്ലോ. കോസി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്താണെന്നുള്ളത്, അതിൽ ഒരു പെർട്ടിക്കുലർ ഒരു കോസി ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് പാസേജ് ഓഫ് ടൈം എന്നുള്ളത്. അതായത് ടൈമിനനുസരിച്ച് നമ്മളിപ്പോൾ ഒരു സ്റ്റഡി ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഒരു 6 മാസം കൂടുമ്പോൾ നമ്മളൊരു സ്റ്റഡി ചെയ്യണം, അല്ലെങ്കിൽ ഓരോ 1 ഇയർ കൂടുമ്പോൾ നമ്മളൊരു സ്റ്റഡി ചെയ്യണം, അല്ലെങ്കിൽ ടൈമിൻ്റെ പാസേജിൻ്റെ ബേസിൽ എത്രത്തോളം ഈ ഒരു എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ റിസൾട്ട് മാറുന്നുണ്ട്. അപ്പോൾ കോസി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേരിയബിളാണ് പാസേജ് ഓഫ് ടൈം എന്നുള്ളത്. ഓക്കെ, സോ അപ്പാർട്ട് ഫ്രം ദി above COSI design, there are also other COSI independent variables that have been widely studied. One very widely studied COSI independent variable in psychology is the passage of time. So COSI experimental design പറയുന്ന സമയത്ത് നമ്മൾ ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട ഒരു ഏരിയയാണ് പാസേജ് ഓഫ് ടൈം എന്ന് പറയുന്ന കോസി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. സോ ഈ കോസി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പാസേജ് ഓഫ് ടൈം എന്ന് പറയുന്ന കോസി ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ അണ്ടറിൽ, അല്ലെങ്കിൽ നമ്മൾ ടൈം വെച്ചിട്ട് ഒരു സ്റ്റഡി ചെയ്യുന്ന സമയത്ത് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡിസൈൻസിനെ പറ്റി നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. അതും നമ്മൾ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിൻ്റെ അണ്ടറിൽ തന്നെയാണ് പഠിക്കുന്നത്. സോ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാസേജ് ഓഫ് ടൈമിൻ്റെ ബേസിൽ ഒരു സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ അതിൻ്റെ പാസേജ് ഓഫ് ടൈമിൻ്റെ ബേസിൽ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻസ് ആണ് പറയാനുള്ളത്. അത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങൾ പോകണ്ട, എന്താണോ ഓരോന്നും എന്നുള്ളത് മനസ്സിലാക്കുക. സോ നിങ്ങൾ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈന് ചോദിക്കുന്ന സമയത്ത് ഈ സെപ്പറേറ്റ് ഡിസൈൻസ്, ഇപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഡിസൈൻസും നിങ്ങൾ എഴുതുക. അതിന് ശേഷം
ഈ പാസേജ് ഓഫ് ടൈം എന്ന് പറയുന്ന കോസി ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ അണ്ടറിൽ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻസും കൂടെ പറയാറുണ്ട്. സോ ദർ ആർ 3 ജനറൽ ഡിസൈൻസ് ഫോർ സ്റ്റഡിങ് ദ പാസേജ് ഓഫ് ടൈം. വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻ. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻ അതുപോലെ ക്രോസ് സെക്ഷണൽ ഡിസൈനൊക്കെ നിങ്ങൾ പല സിറ്റുവേഷൻസിൽ ഈ ഒരു ടേം വെച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ എന്താ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ ഡിസൈനാണ് ക്രോസ് സെക്ഷണൽ ഡിസൈൻ ആൻഡ് തേർഡ് വൺ ഈസ് കോഹോർട്ട് ഡിസൈൻ. അപ്പോൾ ഫസ്റ്റ് എന്താ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻ എന്നുള്ളത് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈനിൽ മെയിൻലി ഒരു ഗ്രൂപ്പ് ഓഫ് സബ്ജക്റ്റിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുക. ഒറ്റൊരു ഗ്രൂപ്പ് ഓഫ് സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനെ നമ്മൾ ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യും, സ്റ്റഡി ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെ നമ്മൾ ഒരു 6 വയസ്സുള്ള ഒരു കുട്ടികളുടെ ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. അവരുടെ ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും ഒരു സ്കില്ല്, ഫോർ എക്സാമ്പിൾ അവരുടെ വൊക്കാബുലറി ഡെവലപ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ വൊക്കാബുലറി ഗ്രോത്തിൻ്റെ എത്രത്തോളം അവർക്ക് ഉണ്ട് എന്നുള്ളത് അപ്പം ഇന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യാമെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതേ ഡേറ്റിൽ നമ്മൾ അടുത്ത കൊല്ലോ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴോ അങ്ങനെ ഒരു സീക്വൻഷ്യൽ പാസേജ് ഓഫ് ടൈമിൽ, അതായത് സമയം കഴിയും തോറും ഈ ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഇതിലെന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ. അപ്പം ഈ സെയിം ഗ്രൂപ്പിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരൊറ്റ സിംഗിൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സെയിം ഗ്രൂപ്പ്, ആ സെയിം ഗ്രൂപ്പിനെ നമ്മൾ ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. സോ അങ്ങനെയുള്ള സ്റ്റഡീസിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻ എന്ന് പറയുക. So, in longitudinal design, the researcher usually measures a group of subject in order to observe the effect of passage of time. Passage of time ൻ്റെ ബേസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സബ്ജക്ട്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ട്രാക്സ് ദ സെയിം ഗ്രൂപ്പ് ഓവർ ടൈം ടു ഒബ്സർവ് ചേഞ്ചസ്. ഇവിടെ നമ്മൾ സെയിം ഗ്രൂപ്പിനെ ട്രാക്ക് ചെയ്യാണ് ഓവർ ടൈം മാറുമ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യാണ് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, എ റിസർച്ചർ സ്റ്റഡീസ് ദ വൊക്കാബുലറി ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ ഫ്രം ഏജസ് 5 to 10, മെഷറിങ് ദെയർ പ്രോഗ്രസ് എവറി ഇയർ. സോ ഒരു റിസർച്ചർ എന്ത് ചെയ്യാണ്, 5 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വൊക്കാബുലറി ഗ്രോത്തിൽ വരുന്ന ഡിഫറൻസ് എത്ര, ഓരോ കൊല്ലം കൂടുന്ന സമയത്ത്, എവറി ഇയർ ഓരോ കൊല്ലം കൂടുന്ന സമയത്ത് അവരുടെ വൊക്കാബുലറി ഗ്രോത്തിൽ എത്രത്തോളം ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു റിസർച്ചർ പഠിക്കാൻ പോകുന്നത്. സോ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രനെ എടുക്കുകയാണ്, അല്ലെങ്കിൽ 5 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പിനെ എടുക്കുകയാണ്. ആ ഗ്രൂപ്പിനെ നമ്മൾ ഓരോ വർഷം കൂടുമ്പോൾ പഠിക്കുകയാണ്. സോ ഇവിടെ ആ സിംഗിൾ ഗ്രൂപ്പിനെ നമ്മൾ ഓവർ ടൈം നമ്മൾ എന്ത് ചെയ്യുകയാണ്, പഠിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈനിൽ ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെ നമ്മൾ പല സമയങ്ങളിലായിട്ട് ഓവർ ടൈം നമ്മൾ അവരെ ഒബ്സർവ് ചെയ്തിട്ട് പഠിക്കുന്നതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻ എന്ന് പറയുക. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ 5 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളെടുത്തു. 5, 6, 7, 8, 9, 10 ഇതൊക്കെ കുട്ടികളുടെ ഏജാണ്. പിന്നെ ഒരു ഗ്രൂപ്പ്, സബ്ജക്റ്റ് 1, സബ്ജക്റ്റ് 2, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലുള്ള ഒന്നാമത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി. അപ്പം ആ ഗ്രൂപ്പിലുള്ള ഒന്നാമത്തെ കുട്ടീനെ നമ്മൾ 5ാമത്തെ വയസ്സിൽ ഒബ്സർവ് ചെയ്തു. നമ്മൾ ആ കുട്ടീനെ ഇപ്പോൾ എവറി ഇയർ എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. സോ ഇവിടെ ആ ഗ്രൂപ്പിൽ ഒന്നാമത്തെ സബ്ജക്റ്റ്, ആ കുട്ടീൻ്റെ 5ാമത്തെ വയസ്സിലുള്ള കുട്ടീൻ്റെ വൊക്കാബുലറി ഗ്രോത്ത് എത്രയാണെന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്തു. 6ാമത്തെ വയസ്സിലുള്ളത് ഒബ്സർവ് ചെയ്തു, 7ാമത്തെ വയസ്സിലുള്ളത്, 8ാമത്തെ വയസ്സിലുള്ളത്, 9ാമത്തെ വയസ്സിലുള്ളത് ആൻഡ് 10ാമത്തെ വയസ്സിലുള്ളത്, അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. ഇനി അടുത്ത കുട്ടി ഇതേപോലെ നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ആ ഒരു സ്റ്റഡി വരിക. അതിൽ മനസ്സിലാക്കേണ്ടത് ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ്, ആ ഏജ് ഗ്രൂപ്പിലെ ആ കുട്ടികളുടെ വൊക്കാബുലറി ഗ്രോത്ത് നമ്മൾ ഓരോ കുട്ടികളുടെയും ഓരോ ടൈം പീരിയഡിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരിക്കും. അപ്പം ഇതിലെ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ഡെവലപ്മെൻറ്റൽ പാറ്റേൺസ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ലിമിറ്റേഷൻ എന്താ, ഇങ്ങനെ നമ്മൾ ഓരോ ടൈമിലും ഒരുപാട് കുട്ടികളെ അല്ലെങ്കിൽ അവരെ തന്നെ നമ്മൾ ഇപ്പം ഓരോ ഇയറിലും നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യണം. സോ അത് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്, എക്സ്പെൻസീവ് ആണ്. ആൻഡ് ചില കുട്ടികളിപ്പം ഈ സെയിം ഗ്രൂപ്പിലെ സെയിം ഇൻഡിവിജ്വൽ കുട്ടികൾ തന്നെ നമുക്ക് അടുത്ത ഇയർ ആകുമ്പോഴത്തെ ഒബ്സർവ് ചെയ്യാൻ ഇപ്പം കിട്ടിക്കോണമെന്നില്ല, അവർ ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത ഡിസൈനാണ് ക്രോസ് സെക്ഷണൽ ഡിസൈൻ എന്ന് പറയുന്നത്. സോ പാസേജ് ഓഫ് ടൈമിൽ 3 ഡിസൈനിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻ എന്ന് പറയുന്നത് സിംഗിൾ ഗ്രൂപ്പിനെ നമ്മൾ ഓവർ ടൈം നമ്മൾ എന്ത് ചെയ്യാണ്,
ഒബ്സർവ് ചെയ്യുകയാണ്. ഇനി അടുത്തതാണ് ക്രോസ് സെക്ഷണൽ ഡിസൈൻ. ക്രോസ് സെക്ഷണൽ ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കതിനെ ബിറ്റ്വീൻ സബ്ജക്റ്റ് കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈനും കൂടെ പറയും. കാരണം എന്താ, ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ വിത്തിൻ ഗ്രൂപ്പ് ഡിസൈനും ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈനും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ബിറ്റ്വീൻ സബ്ജക്റ്റ് കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, രണ്ട് അതിൽ കൂടുതലോ ഗ്രൂപ്പുകളുണ്ടാവും ബിറ്റ്വീൻ സബ്ജക്റ്റ്. അപ്പം ഗ്രൂപ്പ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. മറ്റ് സിംഗിൾ ഗ്രൂപ്പ് ആയിരിക്കും. ക്രോസ് സെക്ഷണൽ ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിന് ഈ ഡിസൈനെ നമ്മൾ ബിറ്റ്വീൻ സബ്ജക്റ്റ് കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്നും കൂടെ പറയാറുണ്ട്. സോ ഇവിടെ ഇൻ വിച്ച് ദ റിസർച്ചർ ഒബ്സർവ് ദ സബ്ജക്ട്സ് at different ages or at different points in temporal sequence. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഗ്രൂപ്പ്സ് ഓഫ് സബ്ജക്റ്റ് അവരെ ഡിഫറെൻറ്റ് ഏജസിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 മുതൽ 10 വരെ ഡിഫറെൻറ്റ് ഏജസിൽ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ടാവും. അവരെ ഒരു സിംഗിൾ പോയിൻ്റ് ഓഫ് ടൈമിലായിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ നേരത്തതിൽ പറഞ്ഞത് ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ടൈമിൽ ഓവർ ടൈം നമ്മൾ എന്ത് ചെയ്യാണ്, ഒബ്സർവ് ചെയ്യാണ്. ഇവിടെ ഒരു വൺ പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒബ്സർവ് ചെയ്യാണ്. കമ്പയർസ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അറ്റ് വൺ പോയിൻ്റ് ഇൻ ടൈം. ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനെ നമ്മൾ അറ്റ് ഒരു സിംഗിൾ പോയിൻ്റ് ഓഫ് ടൈമിൻ്റെ ബേസിൽ നമ്മൾ കമ്പയർ ചെയ്യാണ്. സോ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള കേസിൽ ദ റിസർച്ചർ മേ സെലക്ട് ക്രോസ് സെക്ഷൻ ഓഫ് ഏജസ് ടെസ്റ്റിംഗ് ദ വൊക്കാബുലറി ഓഫ് ഗ്രൂപ്പ് ഓഫ് 5 to 5-year-old, അനദർ ഗ്രൂപ്പ് ഓഫ് 6-year-old ആൻഡ് സോ ഓൺ. അപ്പം നമ്മളിവിടെ കേസിൽ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം 5 വയസ്സായിട്ടുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്, 6 വയസ്സായിട്ടുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്, 7 അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളാക്കി, എന്നിട്ട് ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഒരു സിംഗിൾ ടൈമിൽ എന്ത് ചെയ്യാണ്, ഒബ്സർവ് ചെയ്യാണ്. സോ ടു സ്റ്റഡി ദ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് റിസർച്ചർ ടെസ്റ്റ് വൊക്കാബുലറി ഇൻ 5-year-old, 6-year-old ആൻഡ് സോ ഓൺ ഇൻ എ സിംഗിൾ സെഷൻ. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് 5 to 5, 6 അങ്ങനെയുള്ള സിംഗിൾ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെ നമ്മൾ സിംഗിൾ സെഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒബ്സർവ് ചെയ്യാണ്. മറ്റേത് നമ്മൾ ഡിഫറെൻറ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആ ഒരു സിംഗിൾ സബ്ജക്റ്റിനെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈമിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ സിംഗിൾ സബ്ജക്റ്റ് അല്ല, ഡിഫറെൻറ്റ് ഗ്രൂപ്പ് വരുന്നുണ്ട്. ആ ഡിഫറെൻറ്റ് ഗ്രൂപ്പിന് ഒരു പോയിൻ്റ് ഓഫ് ടൈമിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്രോസ് സെക്ഷണൽ ഡിസൈനിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഡയഗ്രാം വരിക. ഇപ്പം 5 വയസ്സായിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ്, 6, 7, 8, 9, 10 അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്. ആ ഏജ് ഗ്രൂപ്പിൽ കുറച്ച് പേരുണ്ടാവും. ഇപ്പോൾ 5 വയസ്സായിട്ടുള്ള ഒരു കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്, ആ ഒരു ഗ്രൂപ്പ് അവരെ ഒബ്സർവ് ചെയ്യുന്നു. 6 വയസ്സായ ഒരു ഗ്രൂപ്പിനെ ഒബ്സർവ് ചെയ്യുന്നു, 7 വയസ്സായ ഒരു സിംഗിൾ പോയിൻ്റ് ഓഫ് ടൈമിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് ഇവിടെ ഈ സബ്ജക്റ്റിനെ 5 വയസ്സിൽ, 6 വയസ്സിൽ, 7 വയസ്സിൽ, 8 വയസ്സിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ഒബ്സർവേഷൻസ് വരുന്നുണ്ട് ഓരോ ടൈമിലും. ഇവിടെ ഒരു സിംഗിൾ ഒബ്സർവേഷനാണ്. ഡിഫറെൻറ്റ് ഗ്രൂപ്പിന് ഓരോ ഇപ്പം G1 എന്ന് പറയുന്നത് 5 വയസ്സുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പാണ്, G2 എന്ന് പറയുന്നത് 6 വയസ്സുള്ള ഒരു കുട്ടികളുടെ ഒരു ഗ്രൂപ്പാണ്. ഇവരൊക്കെ ഒരു സിംഗിൾ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒബ്സർവ് ചെയ്യാണ്. അപ്പോൾ വെൻ കമ്പയർ ടു ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻ അത് ഡിഫറെൻറ്റ് കാലയളവിൽ അല്ലെങ്കിൽ ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്വിക്കായിട്ട്, അതായത് ഒറ്റ സെഷനിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ആൻഡ് കോസ്റ്റ് എഫക്റ്റീവാണ്. അതായത് ഒറ്റ സെഷനിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ക്വിക്ക് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു ഡിസൈനാണിതെന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനെടുത്തിട്ട് തന്നെ ഒറ്റ സെഷൻ കൊണ്ട് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ ക്വിക്കായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പം ഇവിടെ നമ്മൾ അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈനിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഗ്രൂപ്പായിട്ട് എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡസ് നോട്ട് ട്രാക്ക് ഇൻഡിവിജ്വൽ ചേഞ്ചസ്. ഇൻഡിവിജ്വൽ ചേഞ്ചസും പാറ്റേൺസിൻ്റെ ഡിഫറൻസൊന്നും കാര്യങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റില്ല വെൻ കമ്പയർഡ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻ. ഓക്കെ.
അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് പറയാനുള്ള ഡിസൈനാണ് കൊഹേർട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് കൊഹേർട്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈനും ക്രോസ് സെക്ഷണൽ ഡിസൈനും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് കൊഹേർട്ട് ഡിസൈൻ. ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻ എന്തായിരുന്നു? ഒരു സിംഗിൾ ഗ്രൂപ്പിന് ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ക്രോസ് സെക്ഷണൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിന് നമ്മൾ ഒരു അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒബ്സർവ് ചെയ്യുകയാണ്. സോ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ മൾട്ടിപ്പിൾ ജനറേഷൻസിന് പല സമയങ്ങളിലായിട്ട് അവരുടെ ഡെവലപ്മെൻറ്റൽ ഡിഫറൻസുകൾ, ഓരോ ജനറേഷനിലും ഓരോ സമയങ്ങളിലും ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റൽ ഡിഫറൻസുകൾ, അങ്ങനെയുള്ള സ്റ്റഡീസൊക്കെയാണ് നമുക്കിവിടെ ക്ലബ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടാവുക. സോ ഇൻ എ കൊഹേർട്ട് ഡിസൈൻ ദ റിസർച്ചർ കണ്ടക്ട്സ് എ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി ഓഫ് സെവറൽ ഗ്രൂപ്പ്. ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി ആണ്, അതായത് ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ടൈമിൽ സെവറൽ ഗ്രൂപ്പ്സിൻ്റെ സ്റ്റഡീസ് നമ്മൾ പഠിക്കുകയാണ്. അതായത് കുറേ ഗ്രൂപ്പിന് പല സമയങ്ങളിലായിട്ട്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിന് പല സമയങ്ങളിലായിട്ട്, ഇപ്പോൾ ജനറേഷൻ്റെ ഓർഡറിൻ്റോ അല്ലെങ്കിൽ പല സമയങ്ങളിലായിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് കൊഹേർട്ട് ഡിസൈൻ എന്ന് പറയാം. ഓക്കെ. So, for example, the researcher studies the vocabulary development in one generation of children when they are 5 years old in 1990. അപ്പം നമ്മൾ പഠിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനെ പല സമയങ്ങളിലായിട്ട്. അപ്പം 1990 5 വയസ്സായിട്ടുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ പഠിക്കുന്നു. In another generation of children begin with they are 5 years of 1995. 1995 5 വയസ്സായിട്ടുള്ള കുട്ടികളെ എടുത്തിട്ട് നമ്മൾ പഠിക്കുന്നു. ദെൻ അനദർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2000 5 ഇയേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ പഠിക്കുന്നു. അപ്പം അങ്ങനെ പഠിക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ, അതായത് ഓരോ ഇപ്പോൾ 1990, 95, 2000 എന്ന് പറയുമ്പോൾ ഓരോ ടൈമാണ്, ഡിഫറെൻറ്റ് ടൈമാണ്. ആ ഡിഫറെൻറ്റ് ടൈമിൽ 5 വയസ്സായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ഗ്രൂപ്പിനെ നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ. അപ്പം അവിടെ പാസേജ് ഓഫ് ടൈമിലും അല്ലെങ്കിൽ ഓവർ ടൈം ഡിഫറൻസും വന്നു. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഗ്രൂപ്പിനെയും നമ്മൾ പഠിക്കുകയാണ്. സോ എ സ്റ്റഡി ട്രാക്സ് വൊക്കാബുലറി ഡെവലപ്മെൻറ്റ് ഇൻ ചിൽഡ്രൻ ബോൺ ഇൻ 1990 ജനിച്ച കുട്ടികൾ, 1995 2000 ജനിച്ച കുട്ടികൾ, അവരുടെയൊക്കെ 5 മുതൽ 10 വയസ്സ് വരെയുള്ള അവരുടെ വൊക്കാബുലറി ഡെവലപ്മെൻറ്റ് എത്രയാണെന്നുള്ളത് നോക്കുകയാണ്. നേരത്തെ പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 1990 ജനിച്ച കുട്ടികൾ, 95, 2000 ഇവരൊക്കെ 5 to 10 വയസ്സ് വരെയുള്ള വൊക്കാബുലറി ഡെവലപ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നോക്കിയാൽ മനസ്സിലാവും ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളുണ്ട്, ഡിഫറെൻറ്റ് ടൈമിൻ്റെ ബേസിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ ഏജ് മാത്രമേ ഉള്ളായിരുന്നു, ഇവിടെ ജനറേഷനും കൂടെ നോക്കുന്നുണ്ട്. അപ്പം ഏജ് ൻ്റെ ബേസിൽ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്, പിന്നെ 1990, 1995, 2000 എന്ന് പറയുന്ന സമയത്ത് ഡിഫറെൻറ്റ് കാലയളവുകളിലായി അല്ലേ. അപ്പം ഇവിടെ 1990 ജനിച്ച കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, 1995 ജനിച്ച കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്, 2000 ജനിച്ച കുട്ടികളുടെ ഗ്രൂപ്പ്. അവരുടെയൊക്കെ 5ാമത്തെ വയസ്സിലൊരു ഒബ്സർവേഷൻ എടുക്കുന്നു, 6ാമത്തെ വയസ്സിൽ, 7ാമത്തെ വയസ്സിൽ, 8ാമത്തെ വയസ്സിൽ, 9ാമത്തെ വയസ്സിൽ, 10ാമത്തെ വയസ്സിൽ, അങ്ങനെ ഡിഫറെൻറ്റ് ഒബ്സർവേഷൻസ് കൊടുക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 2 ഡിസൈൻസിന് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കൊഹേർട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇവിടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പായി, അതായത് ക്രോസ് സെക്ഷണൽ ഡിസൈൻ വന്നു. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈനാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓരോ വയസ്സിലുള്ള, അതായത് ഡിഫറെൻറ്റ് ഓരോ വയസ്സ് എന്ന് പറയുമ്പോൾ 5ാമത്തെ വയസ്സ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കൂടുമ്പോഴാണ് 6ാമത്തെ വയസ്സാവുന്നത്. സോ ഡിഫറെൻറ്റ് പാസേജ് ഓഫ് ടൈം, ഓരോ ടൈം മാറുമ്പോഴും അവരുടെ വൊക്കാബുലറി ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കുന്നത്. സോ ഇവിടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതായത് ക്രോസ് സെക്ഷണൽ ഡിസൈൻ വന്നു. ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈമിൽ നമ്മൾ ആ ഗ്രൂപ്പിനെ തന്നെ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പിനെ, ഇവിടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പിനെ നമ്മൾ പഠിക്കുകയാണ്. സോ അവിടെ ഒരു ഒബ്സർവേഷൻ ഈ ഒരു ഗ്രൂപ്പിന് ചെയ്യുന്നു. ദെൻ 6ാമത്തെ വയസ്സിലൊരു ഒബ്സർവേഷൻ, അങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനലായിട്ടുള്ള ഒരു സ്റ്റഡിയും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഡിസൈനെയാണ് നമ്മൾ കൊഹേർട്ട് ഡിസൈൻ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻ എന്ന് പറഞ്ഞ സമയത്ത് ആകെ ഈ ഒരു സിംഗിൾ ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈമുകളിലായിട്ട് പഠിക്കുകയാണ്. കൊഹേർട്ട് ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ 2 ഗ്രൂപ്പ് ഉണ്ടാവും, പക്ഷേ ഒറ്റ സ്ട്രെസ്സിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. എന്നാൽ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കൊഹേർട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. സോ
ഇവിടെ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ജനറേഷൻ്റെ ഡിഫറൻസും അതേപോലെ തന്നെ ജനറേഷനിൽ എത്രത്തോളം ഡെവലപ്മെൻറ്റൽ എഫക്ട്സ് ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് സമയങ്ങളിൽ ചെയ്യുന്നു, ഒരുപാട് ഗ്രൂപ്പിനെടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആണ് ആൻഡ് കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പും അതേപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടെയാണ്. അതേപോലെ തന്നെ കോംപ്ലെക്സ് ആയിട്ട് പല കോംപ്ലെക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം കോസ്റ്റും എക്സ്പെൻസീവും കൂടിയിട്ടുള്ള ഒരു ഡിസൈനും കൂടിയാണ് കൊഹേർട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ പറയാനുള്ളത്. ഏകദേശം 8 ഡിസൈന് നമ്മൾ ഇവിടെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിൽ ക്ലബ് ചെയ്തിട്ടും കണക്ട് ചെയ്ത് വരുന്നതൊക്കെ ഉണ്ട്. ആ രീതിയിൽ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.